ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലേ നല്ലത്? റമദാനിലെ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനം ശരീരത്തിന് ഹാനികരമല്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ കുറെ കാലമായി നാസ്തിക ബുദ്ധിജീവികൾ ശാസ്ത്രത്തിന്റെ മൊത്ത പ്രചാരകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരാറുള്ള ആളുകൾ അവരുടെ മഹാശാസ്ത്ര ബുദ്ധിജീവികളടക്കം വന്നുകൊണ്ട് റമദാൻ എടുക്കുമ്പോൾ വീഡിയോ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിലെ വ്രതാനുഷ്ഠാനം അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ റമദാനിലെ വ്രതാനുഷ്ഠാനം മാത്രം അപകടകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു പഠനവുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് സത്യം? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നല്ലത്, റമദാനിലെ വ്രതാനുഷ്ഠാനം മോശം. എന്താണ് ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗും റമദാനിലെ വ്രതാനുഷ്ഠാനം തമ്മിലുള്ള വ്യത്യാസം? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം എവിടെ നിന്നോ കെട്ടിയിറക്കിയ എന്തോ സംഭവമാണോ? അല്ല. പലതരം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങുകളുണ്ട്. അതിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത ഇന്റർവെല്ലുകളുണ്ട്. മറ്റ് ഫാസ്റ്റിങ്ങുകളുണ്ട്. 16 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന വെള്ളം, 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്ത വെള്ളം മാത്രം ഉപയോഗിക്കുന്ന 8 മണിക്കൂർ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്ന ഫാസ്റ്റിംഗ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ ഏറ്റവും അധികം പ്രായോഗികമായി കൂടുതൽ ഫലപ്രദമായി പറയുന്ന രീതി അതാണ്. 12 മണിക്കൂർ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്ന, 12 മണിക്കൂർ വെള്ളം മാത്രം കുടിക്കുന്ന മറ്റു രീതിയുണ്ട്. ഇതേ രീതികളിൽപ്പെട്ട ഒരു രീതി മാത്രമാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കുറേ സമയം വെള്ളവും ഭക്ഷണവും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ്. മുസ്ലിങ്ങൾ റമദാനിലും അല്ലാത്ത സമയത്തും എല്ലാമുള്ള വ്രതാനുഷ്ഠാനം ഈ രൂപത്തിലാണ്. അത് ഭൂമധ്യരേഖക്കടുത്തുള്ള സ്ഥലങ്ങളിൽ 13, 14, 15 മണിക്കൂർ നീളുന്ന രൂപത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നിലനിൽക്കുന്ന ഫാസ്റ്റിംഗ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഫാസ്റ്റിങ്ങുകളുണ്ട്. ഇപ്പറഞ്ഞ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ഫാസ്റ്റിംഗ്, മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനം, അതിന് ആരോഗ്യപരമായ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്, എന്നാണ് പ്രചരിപ്പിക്കുന്നത് ശാസ്ത്ര ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ. അവർ പലപ്പോഴും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ വേറെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ റമദാൻ വ്രതത്തെ വേറെയും തിരിച്ചിട്ടാണ്. സത്യത്തിൽ ശാസ്ത്രീയമായ ഭാഷയിൽ റമദാൻ വ്രതം അടക്കം എല്ലാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ രീതികളിൽ ഒന്നാണ്. അതേതായിരുന്നാലും ഇങ്ങനെ റമദാനിലെ വ്രതാനുഷ്ഠാനം അപകടകരമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ രൂപത്തിലുള്ള സിദ്ധാന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇല്ലാന്നാണ്. ചില കേവലമായ പഠനങ്ങളുണ്ട് എന്നത് ശരിയാണ്. കേവലമായ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുണ്ട്, അതേപോലെ തന്നെ ഡ്രൈ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുണ്ട്. റമദാൻ വ്രതാനുഷ്ഠാനം ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്, അതിനെക്കുറിച്ചുണ്ട്. ഇത് രണ്ടിനെ കുറിച്ചും അതിന് നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന പഠനങ്ങളുണ്ട്. അതൊന്നും ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ല. അത് പറയുന്നത് കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതേപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾ അത് ആ ഒരു റിസ്ക് ഇല്ലാതെയൊക്കെ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശാസ്ത്രലോകം അത് പറയുന്നത്. അഥവാ ഇപ്പോ 12, 13, 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന ആളുകൾ അത് കഴിഞ്ഞ ഉടനെ പരമാവധി വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് വെള്ളം പരമാവധി കുടിക്കുക, ഇതേപോലെയുള്ള നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടിയാണ് കാര്യം പറയുന്നത്. ചുരുക്കത്തിൽ ഫാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ആ പഠനങ്ങളിൽ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സ്ഥാപിക്കപ്പെട്ടതല്ല. ആ റിസ്ക് ഫാക്ടേഴ്സ് ഏത് ജീവിതക്രമത്തിനുണ്ടാകും, ആ ജീവിതക്രമത്തിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടി അതിനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് വസ്തുത. ഇനി യഥാർത്ഥത്തിൽ ഏറ്റവും ദീർഘമായ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ യോം കിപ്പൂർ ദിനത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ്. യോം കിപ്പൂർ ദിനം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അവരുടെ മാസങ്ങളിൽ 1-ാമത്തെ മാസം ആയ തിശരി എന്ന മാസത്തിന്റെ 10-ാമത്തെ ദിവസം അവരുടെ വിശുദ്ധ ദിവസത്തിൽ നടത്തുന്ന ഫാസ്റ്റിംഗ്. അത് ഏകദേശം 25 മണിക്കൂർ നീളുന്ന ഫാസ്റ്റിംഗ് ആണ്. ഒരു ദിവസം സൂര്യാസ്തമയത്തിൽ നിന്ന് തുടങ്ങി അടുത്ത ദിവസം സൂര്യാസ്തമയം കഴിഞ്ഞ് അസ്തമയ ശോഭ മങ്ങുന്നത് വരെ, മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ, ആ സമയം വരെ നീളുന്ന ഫാസ്റ്റിംഗ് ആണത്.
അവർ ഭക്ഷണം ഉപയോഗിക്കില്ല, പാനീയങ്ങൾ ഉപയോഗിക്കില്ല, ലൈംഗികതയില്ല, അവര് ലെതറിന്റെ വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ല, കുളിക്കില്ല, പല്ല് വൃത്തിയാക്കില്ല. ഇങ്ങനെയൊന്നും ചെയ്യാതെയുള്ള ഫാസ്റ്റിംഗ് ആണ് ആ ദിവസം. വർഷത്തിൽ ഒരു ദിവസമാണ് അവർ നിർബന്ധമായി അനുഷ്ഠിക്കുന്നത്. പക്ഷെ ഏതായിരുന്നാലും ആ ഫാസ്റ്റിങ്ങുകളൊന്നുമായി ബന്ധപ്പെട്ട് വമ്പിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രൂപത്തിലുള്ള പഠനങ്ങളൊന്നും തന്നെ ഇല്ല. സത്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്? ലോകത്ത് മരണത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പരിശോധിച്ച കാണാൻ കഴിയും. ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്നത് അത് മദ്യമാണ്, ആൽക്കഹോളിസമാണ്. 30 ലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും ആൽക്കഹോളിസവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നുണ്ടെന്നാണ് WHO കണക്ക്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കണം, ഫാസ്റ്റിങ്ങിന് നേരെ വിപരീതം. രണ്ടാമതായി ഒബീസിറ്റിയാണ്. ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണം അധികമായിട്ട് തടി കൂടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. 28 ലക്ഷത്തോളം ആളുകൾ ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ മരണപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും നാസ്തിക ശാസ്ത്ര ബുദ്ധിജീവികൾക്ക് ആരും ബോധവൽക്കരിക്കാനില്ല. 28 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ എയ്ഡ്സ് കൊണ്ട് മരണപ്പെടുന്നു. 7 ലക്ഷത്തോളം ആളുകൾ മറ്റ് ലൈംഗിക രോഗങ്ങളെ കൊണ്ട് മരണപ്പെടുന്നു. 6 ലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും ഡ്രഗ്സിന്റെ അബ്യൂസ് കൊണ്ട് മരണപ്പെടുന്നു. ഇതെല്ലാം തന്നെ അവര് മുന്നോട്ട് വെക്കുന്ന ജീവിതക്രമത്തിന്റെ, ലോകക്രമത്തിന്റെ സ്വാഭാവികമായ ഉൽപ്പന്നങ്ങളാണ്. ലഹരിയും അതേപോലെ തന്നെ മദ്യപാനവും അതേപോലെ തന്നെ ഫ്രീ ലൈംഗികതയും അതിന്റെ എല്ലാം പ്രോഡക്ട്സ് ആണ്, ബൈ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണമില്ല, അതിനെക്കുറിച്ചൊന്നും പറയണില്ല. മറിച്ച് എന്ത് മാത്രമാണ് ഇവിടെ ഫാസ്റ്റ് ചെയ്താൽ ആകെ മരിക്കുന്നതാണ്. നിങ്ങളത് ബ്രൗസ് ചെയ്ത് നോക്കുക. ലോകത്ത് ഏറ്റവും ഫാസ്റ്റിംഗ് കൊണ്ട് എത്ര ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ടെന്ന്. ഫാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഔദ്യോഗികമായ വല്ല കണക്കുണ്ടോ? യാതൊന്നുമില്ല. വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് പ്രശ്നങ്ങൾ. സത്യത്തിൽ ആരോഗ്യപരമായി ഗുണപരമാണ് ഇതെല്ലാം എന്നതിന് ഒരുപാട് പഠനങ്ങളുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മളാരും നോമ്പനുഷ്ഠിക്കുന്നത്. ഇസ്ലാമിന്റെ അനുയായികൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോമ്പനുഷ്ഠിക്കാൻ നിങ്ങൾ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനല്ല, മറിച്ച് നോമ്പനുഷ്ഠിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുവാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകുവാൻ, പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കുന്നവരായി തീരുവാനാണ്. അതേസമയം അതുകൂടെ ആ ഒരു ജീവിതക്രമം വഴി അള്ളാഹുവിനെ സമർപ്പിക്കുന്നത് വഴി ഏത് കാര്യമാണെങ്കിലും, ഇസ്ലാമിലെ ഏത് കാര്യം എടുത്താലും അതുകൊണ്ട് ആർക്കും തന്നെ ഒരു മനുഷ്യപ്രകൃതിക്കെതിരെയുള്ള ഒന്നും ഉണ്ടാകില്ല. നമസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സക്കാത്താണെങ്കിലും, മറ്റേതെങ്കിലും കർമ്മങ്ങളാണെങ്കിലും, ഇസ്ലാമിലെ കുടുംബ നിയമങ്ങളാണെങ്കിലും, ലൈംഗിക നിയമങ്ങളാണെങ്കിലും, എന്താണെങ്കിലും അതെല്ലാം മനുഷ്യപ്രകൃതിയുമായി പൂർണ്ണമായി പൊരുത്തപ്പെട്ടതായിരിക്കും. ഇതും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. അവിടെ ഈ ഫാസ്റ്റിംഗ് വഴി, ഏത് ഫാസ്റ്റിംഗ് ആണെങ്കിലും അതുവഴി ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ആ പഠനങ്ങൾ പറയുന്നത് ഒന്നാമതായി വെയിറ്റ് ലോസിന് ഫാസ്റ്റിംഗ് വളരെ ഗുണപ്രദമാണെന്നാണ്. ശരീരത്തിന് അമിത ഭാരം, അമിതമായ തടി കുറക്കുന്നതിന് വേണ്ടി. രണ്ടാമതായി പറയുന്നത് ഓട്ടോഫേജിയാണ്. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങൾ, ആ കോശങ്ങളെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പുതിയ കോശങ്ങൾ യഥാരൂപത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ഏജിങ് കുറയുന്നതാണ്, അഥവാ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കുറയും. തൊലിക്ക് വാർദ്ധക്യം ബാധിക്കുന്ന അവസ്ഥയുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഓട്ടോഫേജി വഴി. അതേപോലെ അതുവഴി ആ ഓട്ടോഫേജിയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതാണ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ആ ഓട്ടോഫേജി വഴി ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ള പഠനങ്ങളുണ്ട്. മൂന്നാമതായി ഇൻഫ്ലമേഷൻ, ശരീരത്തിലെ നീർക്കെട്ടുകൾ ഇല്ലാതെയാകും എന്നാണ് ഇത്തരം ഫാസ്റ്റിങ്ങൾ വഴി. ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നമ്മളാരും, മുസ്ലിങ്ങളാരും ഇതിനൊന്നും വേണ്ടിയല്ല ഫാസ്റ്റ് ചെയ്യുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്. മറിച്ച് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന്റെ ദാസന്മാരായി തീരുന്നതിന് വേണ്ടിയാണ്. അത് പടച്ചവനെ സമർപ്പിക്കലാണ്. ആ സമർപ്പണം വഴി ലഭിക്കുന്നത് എന്താണ്? ലഭിക്കുന്നത് മാനസികമായ വല്ലാത്ത ഒരു ഉയർച്ചയാണ്, ഒരു മുന്നേറ്റമാണ്. പടച്ചവനിൽ ജീവിതത്തെ സമർപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സമാധാനത്തെയും ശാന്തിയെയും കുറിച്ച് അറിയണമെങ്കിൽ അത് കേവലം പറഞ്ഞു മനസ്സിലാവില്ല. അതനുഭവിക്കാനാണ് ഇവിടെ നിന്നും മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായും അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. അത് ഭൗതികവാദികൾക്ക് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ണാട വെച്ച് നോക്കിയാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ കണ്ണടക്ക് അത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയണമെങ്കിൽ
നിങ്ങളിപ്പോൾ പലസ്തീനിലെ പൈതങ്ങൾ പറയുന്ന ഹസ്ബുനല്ലാ നിഅമൽ വക്കീൽ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അതാണ്. ഇങ്ങനെ കൊല്ലപ്പെടുമ്പോ ലോകം മുഴുവനും എന്ന് പറയുന്ന രൂപത്തിൽ ലോകത്തെ എല്ലാ ശാക്തിക ചേരികളും അവരുടെ പ്രയാസം കാണാൻ സന്നദ്ധമാകാതെ ആ ഒരു ചെറിയ പ്രദേശത്തിലെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ 32,000-ഓളം മനുഷ്യർ ഇതുവരെ കൊല്ലപ്പെട്ടു. അതിൽ ബഹുഭൂരിപക്ഷവും പിഞ്ചു പൈതങ്ങൾ. ആ പിഞ്ചു പൈതങ്ങളടക്കം പറയാം, ഹസ്ബുനല്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ പടച്ചോനോട് പറയും ഈ നിങ്ങളുടെ ഈ ക്രൂരതയെ കുറിച്ച്. എന്നാണ് ഇത് ഒരു വല്ലാത്ത ജീവിത അവസ്ഥയാണ്. ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾക്ക് പടച്ചവനുണ്ട് എന്നുള്ള ബോധമുണ്ടല്ലോ. ഇനി ആ പ്രതിസന്ധിയിൽ പ്രയാസപാട്, മരണപാട്, നാശപാട് എങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണെങ്കിൽ അതിൽ വലിയ നന്മയുണ്ടെന്നുള്ള ബോധം ഇത് തഖ്വയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അത് ശാസ്ത്രത്തിന്റെ മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പോ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആ തഖ്വ ഉണ്ടാക്കാനാണ് വ്രതാനുഷ്ഠാനം. അത് തന്നെയാണ് വ്രതാനുഷ്ഠാനത്തിനോട് എതിർപ്പിന്റെ കാരണവും. വ്രതാനുഷ്ഠാനത്തോടുള്ള എതിർപ്പിന്റെ കാരണം അതാണ്. കാരണം വ്രതാനുഷ്ഠാനം വഴി, നമസ്കാരം വഴി ജീവിതത്തിൽ തഖ്വയുണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടത്തിന് പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യരെല്ലാം ഉണ്ടാവുക. എന്തെങ്ങനെ കച്ചവടം? മദ്യം കൊടുത്ത്, മയക്കുമരുന്നുകൾ നൽകി, പെണ്ണിനെ നൽകി, മനുഷ്യരുടെ തലച്ചോറിനെയും ശരീരത്തെയും മലീമസമാക്കി ഇവർക്ക് ചൂഷണം ചെയ്യുവാൻ തക്ക രൂപത്തിൽ, സാമ്രാജ്യത്വത്തിന് ചൂഷണം ചെയ്യുവാൻ തക്ക രൂപത്തിൽ മനുഷ്യന് ഒരുക്കി കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പരിസരം ഉണ്ടല്ലോ, നാസ്തികതയുടെ. ആ പ്രത്യയശാസ്ത്ര പരിസരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് തഖ്വ വഴി മനുഷ്യർ ചെയ്യുക. അതുകൊണ്ടാണ് നോമ്പ് അടക്കമുള്ള എല്ലാ ഇസ്ലാമിലെ തഖ്വയുണ്ടാക്കുന്ന ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും നാസ്തികർക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ഭയവും വെറുപ്പും. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എന്തോ ഭയങ്കരമായ പ്രശ്നമാണ് നോമ്പനുഷ്ഠിച്ചാൽ എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.